നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു തന്നതിൽ നന്ദിയുണ്ട്. എന്റെ വാക്ക് തട്ടാതെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നല്ലോ. അതിലും ഒരുപാട് നന്ദിയുണ്ട് കളക്ടർ മാഡം. പ്രായത്തിൽ മുതിർന്നയാൾ കളക്ടർ മേഡം എന്നല്ല, തേജസ്വിനി എന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. വാ മോളെ, ഇങ്ങോട്ടിരിക്കാം, വാ. എന്തോ കള്ളക്കളിയുണ്ടോ ഇതില്? കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. മോനെ വിഷ്ണു, വാ വന്നേ. ഇത് വിഷ്ണു, എന്റെ മൂത്ത മകൻ. ഈ പ്രോഗ്രാം മൊത്തം പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും ഇവന്റെ ഒരാളുടെ ബുദ്ധിയാ. മോളെ മുഖ്യാതിഥിയായി വിളിക്കാന്നുള്ള നിർദ്ദേശവും ഇവന്റെ ആയിരുന്നു. നൈസ് ടു മീറ്റ് യു. അമ്മ ഒരു മിനിറ്റ്, ഞാൻ പറയാം. മോളെ, ഇത് രാഘവേട്ടൻ, എന്റെ ഭർത്താവ്. നമസ്കാരം സർ. നമസ്കാരം മോളെ. ആർക്കും സംശയമൊന്നുമില്ല മാഡം. മാഡം സേഫ് ആണല്ലോ അല്ലേ? സാറേ, ഞാൻ വിളിക്കാം മാഡം. സാറേ, കളക്ടർ ഫംഗ്ഷൻ എത്തിയിട്ടുണ്ടല്ലോ. അല്ല, ആ കളക്ടർ അല്ല. പിന്നെ ഏത് കളക്ടർ? അല്ല, ഈ കളക്ടർ അല്ലല്ലോ. ഇയാൾ എന്താ ഈ പറയുന്നത്? അല്ല സാറേ, കഴിഞ്ഞ ദിവസം അമ്മ മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമൂഹ വിഭാഗത്തിനുണ്ടായിരുന്ന ഈ കളക്ടർ അല്ലല്ലോ. എന്ന് ആരാ പറഞ്ഞത്? പുതിയതായി ചാർജ് എടുത്തതായി ഈ കളക്ടർ മാഡം. മാഡം തന്നെയായിരുന്നു സമൂഹ വിഭാഗത്തിന്റെ മുഖ്യ അതിഥിയും. അല്ല സാറേ, ഞാൻ കളക്ടറേറ്റ് വന്നിരുന്നല്ലേ. എന്താ പറയുക സാറേ, ഈ ഹോട്ടലിന്റെ ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു കേസുമായിട്ട് ഞാൻ കളക്ടറേറ്റ് വന്നിരുന്നതാ. അന്ന് സ്റ്റേ ഓർഡർ തന്നിരുന്നത്. അന്ന് സ്റ്റേ ഓർഡർ തന്നതും ഈ മാഡം തന്നെയാ. സ്റ്റേ ഓർഡർ വാങ്ങിയതല്ലാതെ കളക്ടറെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ അന്ന് ഇയാള്. നേരിട്ട് ഇല്ല. അതാ പറഞ്ഞത്, അന്ന് അവിടെ ഉണ്ടായിരുന്നതും ഈ മേഡം തന്നെയാണെന്ന്. ജോൺ അബ്രഹാം സാറ് മാറിയ ശേഷം ഇവിടെ ഒരു കളക്ടറെ ഉണ്ടായിട്ടുള്ളൂ, അത് തേജസ്വിനി മേഡമാ. ഇയാളെ ആരോ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വിട്ടിരിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.